ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കർക്കിടക മാസമൊക്കെ ഇതാ കഴിയാറായി. അപ്പോഴാണ് ഇതാ ഒരാൾ കർക്കിടക കഞ്ഞിൻ്റെ റെസിപ്പിയും കൊണ്ട് വന്നേക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ശരിയാണ് കേട്ടോ. ഒരുപാട് വൈകിയ വേളയിൽ ഈ വീഡിയോ ഇടുന്നത് ശരിയാണോന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമ്മുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ അല്ലേ. ഞാൻ എങ്ങനെയാണ് കർക്കിടക കഞ്ഞി വെച്ച് കുടിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു തുടർച്ചയായിട്ട് ഒരു 3 വർഷമായിട്ട് ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് നവരേരിയാണ് കേട്ടോ. എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, വടകര ഗാലക്സിന്ന്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുത്താറി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മോൻ ഇടയ്ക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി പുഡിങ്ങാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. അപ്പോൾ അതും കുറച്ച് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മമ്പയറാണേ, വൻ പയർ ഞങ്ങൾ മമ്പയർ എന്ന് പറയും. ഓക്കെ, പിന്നെ കുറച്ച് ഇത് ആശാളിയാണ്, ആജാളി എന്നാണെന്ന് കറക്റ്റ് പറയാം. അതും വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ മരുന്ന് കടയിൽ നിന്ന് കുറച്ച് വാങ്ങിയതാണ് കേട്ടോ. ഇത് പിന്നെ കറുപ്പ് ഉഴുന്നാണ്. അത് ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് വാങ്ങിയതാണ് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇതാ ചെറുപയറുണ്ട്, പിന്നെ കുറച്ച് പരിപ്പുണ്ടല്ലോ, അത് കുറച്ച് വലിയ പരിപ്പ് അതുകൊണ്ട്. പിന്നെന്താ, മുതിര പിന്നെ നമ്മുടെ പവർ ഹൗസ് ആണല്ലോ അതും. പിന്നെ ഇതൊക്കെ ഞാൻ സപ്ലൈക്കോന്ന് വാങ്ങി സ്റ്റോക്കാക്കി വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇടുക കേട്ടോ. ഉണക്കലരിയും ഗോതമ്പൊക്കെ ഇടുക. ഗോതമ്പ് ഞാൻ അറിയാണ്ട് മറന്നുപോയി കഴുകി പൊടിപ്പിച്ച് കൊണ്ടുവന്നേ. അതാണ് ഗോതമ്പില്ലാത്ത, ഇല്ലെങ്കിൽ ഗോതമ്പ് നുറുക്കോ ഗോതമ്പോ എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ നമ്മളിത് പൊതിർത്തിട്ടൊക്കെയാണല്ലോ എടുക്കുക. അപ്പോൾ ആ കുഞ്ഞി സ്പൂൺ കണ്ടോ, അതിൽ ഓരോ സ്പൂണാണ് കേട്ടോ എല്ലാം ഞാൻ ഇട്ടത്. മുതിരയും ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്, ചെറുപയറൊക്കെ. പിന്നെ അതാ ഉലുവ ഇടണേ, മറക്കരുത് കേട്ടോ. ഉലുവ പിന്നെ എനിക്ക് മറന്നുപോയി, പിന്നെയാണ് ഞാൻ ഉലുവ ചേർത്തത്. അപ്പോൾ ഇത് എനിക്ക് മാത്രമുള്ളതാണ്, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി, രാത്രിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുക. 3-4 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ ഒഴിച്ച് പൊതിർക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആട്ടോ നമ്മൾ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഉലുവ 1 സ്പൂൺ ചേർത്താൽ പോരാ, ഉലുവയാണ് ഏറ്റവും കൂടുതൽ ചേർക്കേണ്ടത്. അപ്പോൾ 2 സ്പൂൺ ചേർക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം ആയതുകൊണ്ട് തന്നെ ഇത് ഇത്രേ ആവശ്യമുള്ളൂ. ഇതൊക്കെ പൊതിർന്ന് നല്ലോണം വെന്ത് വരുമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർക്കുന്ന ഔഷധി കർക്കിടക കഞ്ഞിക്കൂട്ട്. ഇത് ഔഷധി നമ്മുടെ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് 3 വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. 100 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് 2 3 ആണെങ്കിലും നമുക്ക് നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് മാത്രം ആയതുകൊണ്ട് ഞാനിത് ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ പൊടി മാത്രമേ ഇടുന്നുള്ളേ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് മാറ്റി പൊടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുക്കറിൽ വേവിക്കുന്നത്. ശരിക്കും കുക്കറിലല്ല വേവിക്കേണ്ടത്, നല്ല മൺകലത്തിൽ അടുപ്പിൻ്റെ വിറകിലൊക്കെയാണ് വേവിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ ഇവിടെ നമുക്ക് വിറകൊന്നുമില്ല, അടുപ്പുണ്ട് പക്ഷെ വിറകില്ല. അതുകൊണ്ട് നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കാം. തന്നെ ഇതിലേക്ക് നമ്മൾ സാധാ ഉപ്പല്ല കേട്ടോ ചേർക്കണ്ടേ, ഇന്ദുപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ദുപ്പും കൂടെ കുറച്ച് ചേർത്തിട്ട് ഒരു 6-7 വിസിലായിക്കോട്ടെ. അപ്പോൾ നല്ലോണം വെന്ത് വരും. ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്, കുറച്ച് കടിക്കുന്ന രീതിയിൽ. ഇതിലും നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൽ വെല്ലം ഇട്ടിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അതായത് മധുരം. അപ്പോൾ ഞാനിവിടെ ഉപ്പിടും, കുറേ ദിവസം കുടിക്കുമ്പോൾ മടുക്കും. അപ്പോൾ ഉപ്പിടും മധുരം അങ്ങനെയാട്ടോ ചെയ്യുക. പിന്നെ ഇത് കുറച്ച് തേങ്ങാപ്പാൽ, എനിക്ക് മാത്രമല്ലേ കുറച്ചേ ഉള്ളൂ, ഒരു 1-1.5 ഗ്ലാസ് അത്രേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണയൊക്കെ ഇപ്പോൾ തൊട്ടാ പൊള്ളുന്ന അവസ്ഥയായതുകൊണ്ട് കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മളൊരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ജീരകം കൂടെ ഒന്ന് നന്നായിട്ട് പൊട്ടിയൊക്കെ വരുമ്പോൾ നല്ലൊരു മണം വരും. എന്നിട്ട് നമ്മൾ വെന്ത് വന്നിട്ടുള്ള നമ്മുടെ കഞ്ഞിയില്ലേ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കഞ്ഞിയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നല്ലോണം മൂടി അങ്ങോട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഒരു മരുന്നിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. പിന്നെ കഴിക്കുന്നത് വളരെ നല്ലതല്ലേ, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. നമ്മൾ എന്തായാലും ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസമോ 1 മാസം സ്ഥിരമായിട്ട് കുടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ. പിന്നെ അപ്പോൾ കഞ്ഞി കുടിക്കുന്നതിന് മുന്നേ ഞാൻ രാവിലെ നാടിക്കാശായം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുടിക്കും കേട്ടോ. അത് നമ്മുടെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ക്രാഫ്റ്റിൽ അവിടെ ഉണ്ടാക്കുന്നതാണ്. ഇതും പോഷകപ്പൊടിയാണ് കേട്ടോ. ഇത് സർഗാലയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. കുട്ടികൾക്കുള്ള പോഷകപ്പൊടിയാണ്. ഞാൻ മരുന്ന് ചേർത്തിട്ടുള്ള പൊടി ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് കുട്ടികൾക്ക് മോനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. കടലയും അരിയും ചെറുപയറും മുതിരയും എല്ലാം കൂടെ വറുത്തൊക്കെ പൊടിച്ച് നല്ല കൽക്കണ്ടവും മധുരമൊക്കെയാണ് കേട്ടോ ഇതിന് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതന്നെ വാങ്ങാമെന്ന്. പിന്നെ അതൊരു ബദാം ലേഹം കൂടി വാങ്ങിയിട്ടുണ്ടേ. അത് ഒരു 500 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. ഇതും അവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അവിടെ അതുപോലെ തന്നെ അരിയുണ്ട ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ കർക്കിടകമൊക്കെ കഴിയാറായി, അതുകൊണ്ട് തന്നെ ഓർഡർ അനുസരിച്ചിട്ട് അവിടെ ഉണ്ടാക്കുന്നുള്ളേ. അപ്പോൾ ഇനി കിട്ടിയാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഇതാ പണ്ടുണ്ടായിരുന്നത് ഒരു ഔൺസാണ് കേട്ടോ ഇതിലാണ് കേട്ടോ നാടി കഷായം കുടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 15 മില്ലി നാടി കഷായം എടുത്തിട്ട് അതിൽ നമ്മൾ 60 മില്ലി ചൂടാറിയ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് കുടിക്കും. രാവിലെ വെറും വയറ്റിൽ തന്നെയാണ് കേട്ടോ കുടിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം കുടിക്കും. ശരിക്കും പൊടി ഉണ്ടല്ലോ, അത് ശരിക്കും മരുന്നിട്ട പൊടിയാണ് കഴിക്കേണ്ടത്. പക്ഷെ അത് എടുക്കാത്ത കയ്പായതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട് തന്നെ കുടുങ്ങിപ്പോയി കഴിക്കാൻ പറ്റാണ്ട്. വയനാട്ടിൽ നിലമ്പൂരൊക്കെ ആണെങ്കിൽ ശരി, ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതും കഞ്ഞി കുടിക്കുന്നതും വലിയ പ്രാധാന്യമുള്ള കാര്യമില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ്, വടകരയിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇതാ ഒരുപാട് കാര്യങ്ങൾ മരുന്നൊക്കെ കഴിക്കണം, നിർബന്ധമായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, നാടിക്കഷായം നല്ല കയ്പുണ്ടാവും, ചെറിയൊരു പുളിപ്പും ഉണ്ടാവും കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ് കുടിക്കാനൊക്കെ. പക്ഷെ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുടിക്കാം. നാടിക്കഷായമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഞ്ഞി കുടിക്കും കേട്ടോ. അപ്പോൾ മോനും വേറെ എന്തെങ്കിലും ഫുഡൊക്കെ ആക്കി കൊടുക്കും, ദോശയോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കും. അവനിത് കഴിക്കൂല മരുന്നിൻ്റെ ടേസ്റ്റൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഞാൻ എന്തായാലും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തത് കുറഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ മധുരമോ അല്ലെങ്കിൽ ഉപ്പോ എന്ത് ചേർത്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.